ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരമാണ് ശബരിമല സ്വർണ്ണപ്പാളിയിൽ അറ്റകുറ്റപ്പണിക്കായി അനുമതി നൽകിയതെന്ന് തന്ത്രിമാർ. ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിമാരുടെ ജോലിയെന്നും തന്ത്രിമാർ മൊഴി കൊടുത്തു. SIT ഓഫീസിൽ നേരിട്ടെത്തിയാണ് തന്ത്രിമാരായ കണ്ഠര് രാജീവരും കണ്ഠര് മോഹനരും മൊഴി കൊടുത്തത്. റിനു ശ്രീധർ തിരുവനന്തപുരത്തായിരുന്നു. റിനു, ശരിക്കും ഇതിനകത്തൊക്കെ ഒരു അവസാന വാക്കായിട്ട് തന്ത്രിയുടെ വാക്കുകൾ എടുക്കാറുണ്ട്. അപ്പോൾ തന്ത്രിമാർ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടു എന്ന് പറയുന്നത് എത്രമാത്രം ന്യായീകരിക്കാൻ കഴിയും? ഈ തന്ത്രിമാർ കൊടുത്ത മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്കറിയുന്ന പോലെ ശബരിമല സന്നിധാനത്തെത്തുന്ന ഒരു കയ്യാളായിട്ടാണ്. കയ്യാൾ അവസാനം കാലാളായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും അല്പസമയത്തിനകം നമുക്കൊപ്പം റിനു ശ്രീധറുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവരുടെ കോൾ കട്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ തന്ത്രിമാർ മൊഴി കൊടുത്തു കഴിഞ്ഞു. SITയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് മൊഴി കൊടുത്തത്. വിവരങ്ങളുമായി വീണ്ടും ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, പറയൂ. റിനു ശ്രീധർ ചേരുന്നു. റിനു, വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ SIT ഓഫീസിൽ എത്തിയാണ് ഈ മൊഴി, പ്രാഥമികമായിട്ടുള്ള ഒരു മൊഴി രേഖപ്പെടുത്തൽ മാത്രമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മൊഴി രേഖപ്പെടുത്തിയതിൽ തന്ത്രിമാർ രണ്ടുപേരും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നുള്ള ഒരു മൊഴിയാണ് നൽകിയത് എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. കാരണം അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള വീഡിയോ സഹിതം 24 അടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇദ്ദേഹത്തെ അറിയാം. ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിന് അനുമതി നൽകിയത് സാങ്കേതികപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട്, അതായത് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ആവശ്യപ്പെട്ടു. ഇതിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെയാണ് ഒരു അനുമതി നൽകിയത് എന്നുള്ളതാണ് തന്ത്രി രാജീവരും തന്ത്രി മോഹനരും നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആവശ്യമെങ്കിൽ കൂടുതൽ സമയമെടുത്ത് മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും പോയിട്ടുണ്ട് അന്വേഷണ സംഘം. നിലവിൽ ഇപ്പോൾ A. പത്മകുമാറിൻ്റെ അറസ്റ്റ്, ആ അറസ്റ്റിനെ തുടർന്നുണ്ടായ വിവരങ്ങൾ, SITക്ക് ലഭിച്ച വിവരങ്ങൾ, ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തന്ത്രി കുടുംബത്തിലെ അംഗങ്ങളെയും വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ നേരത്തെ തന്നെ തന്ത്രി കുടുംബത്തിൻ്റെ ചില ഇടപെടലുകൾ, അല്ലെങ്കിൽ തന്ത്രി രാജീവരുടെയും മോഹനരുടെയും ഒക്കെ തന്നെ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് SITക്ക് തെളിവ് സഹിതം ലഭിച്ചിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി SIT തുനിഞ്ഞിരുന്നില്ല, തയ്യാറായിരുന്നില്ല. എന്നാൽ A. പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്തു. A. പത്മകുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ആവശ്യമെങ്കിൽ, ഇതൊരു പ്രാഥമികപരമായിട്ടുള്ള ഒരു മൊഴി രേഖപ്പെടുത്തലാണ്, കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു വരുത്തി വീണ്ടും വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുവാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം. സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കട്ടളപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് അറിയാമായിരുന്നു. സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്നുള്ള ഒരു അനുമതി മാത്രമാണ് നൽകിയതെന്നുള്ളതാണ് ഈ തന്ത്രി കുടുംബം നൽകിയിരിക്കുന്ന മൊഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.